എടാ ഇവിടെ എന്ത് ചെയ്തോണ്ട് നിൽക്കുക? പോവാൻ നോക്ക്. എടേ സുധേ, അവര് ഫോൺ വിളിച്ചു. നീ ഇനി ഇറങ്ങിയില്ലേ? ഇങ്ങനെ കറങ്ങി നിൽക്കാതെ വേഗം ഇറങ്ങ്. മോളെ, ഞാൻ ആഫ്റ്റർനൂൺ ഓഫീസിലേക്ക് വരാം. നീ പോകാൻ നോക്ക്. എന്താ എന്തു പറ്റി? അല്ല, ഞാനൊന്ന് പുറത്തേക്ക് പോവാ, അതുകൊണ്ടാ. പുറത്തേക്ക് എവിടെയാ? ശരി, പറയാം, പക്ഷെ ദേഷ്യപ്പെടരുത്. ഞാനിന്ന് പെണ്ണ് കാണാൻ പോവാ. എൻ്റെ അമ്മ രാവിലെ പെട്ടെന്നൊന്ന് പറഞ്ഞതാ. എനിക്കപ്പോൾ ഒന്നും പറയാൻ പറ്റാതായി പോയി. എനിക്ക് പോയേ പറ്റൂ. ശരി, വേഗം വന്നേക്ക്. ബൈ. ആ എന്താ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ്? ദേഷ്യമൊന്നും വരുന്നില്ലേ? അവിടെ പോയിട്ട് നോന്ന് പറയാനല്ലേ. ഇഷ്ടപ്പെട്ടാ ഓക്കെ എന്ന് പറയും. ശരി, പറഞ്ഞിട്ട് വാ. ബൈ. ബൈ. ഡാ, ആ പെണ്ണിന് എന്താ കുഴപ്പം? നിനക്കെന്താ അവളെ പിടിക്കാത്തെ? ഇഷ്ടപ്പെട്ടില്ല, അതൊക്കെ വിടച്ചാ. ഡാ, ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ നിന്റെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ഞാൻ അതിനിപ്പോൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ വിളിച്ചോട്ടല്ലേ ഞാൻ വന്നേ. ഡാ, നിന്റെ മനസ്സിൽ നീ ആരാന്ന വിചാരം? അതെ ചേട്ടാ, അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നോക്കാം. ഹായ്. എന്താ നിന്റെ മുഖം കണ്ട ആ പെണ്ണ് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അളിയാ, സംഭവം ഞാൻ അറിഞ്ഞു. ഒരുപാട് ഹാപ്പിയായി. ഇൻവിറ്റേഷൻ അയക്കാൻ മറക്കല്ലേ. കൺഗ്രാറ്റ്സ് ശ്രീ. എപ്പോഴാ കല്യാണം? അതൊക്കെ ഇപ്പൊ തന്നെ നടക്കും. ഒന്നും മിണ്ടായിരിക്കുന്നുട്ടോ. ഇറ്റ്സ് നോട്ട് ഫണ്ണി ചിന്തിച്ചാ. എൻ്റെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. എല്ലാം നീ കാരണോ. ഞാൻ കാരണോ? ഞാൻ എന്ത് ചെയ്തു? വിട് പ്ലീസ്. ഇല്ല, പറ ശ്രീ, ഞാൻ എന്ത് ചെയ്തു? നമുക്ക് കല്യാണം കഴിച്ചാലോ? സിന്ധു, നിക്ക്. ഇനി എന്നെ കുറിച്ച് അറിയാനുണ്ടോ? ഇനി എന്താ നിനക്ക് അറിയണ്ടേ? പറ. ജസ്റ്റ് ലീവ് ഇറ്റ്. ഇത് ഓഫീസാ. എന്നെ മാരേജ് എന്ത് പ്രശ്നമാണ് നിനക്ക്? നീ കാരണം എൻ്റെ അച്ഛനും പറ്റി നിന്റെ കൂടെ ഇരിക്കുന്നേ. ഒരു പ്രാവശ്യം കൂടി ഞാൻ കാരണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാൻ ശരിയാക്കും. എന്താ നിനക്ക് എന്നോട് താമസിക്കാൻ അത്രയ്ക്ക് വെറുപ്പാണോ? എന്തോ ഒരു ഫേവർ ചെയ്യുന്ന പോലെ പറയുന്നു. നീ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ വന്നത്? ഇഷ്ടപ്പെട്ടോണ്ട് ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുന്നേ. പക്ഷേ നീ മുതലെടുക്കരുത്. വിൽ യു മാരി മീ ഓർ നോട്ട്? ഐ എം നോട്ട് റെഡി ഫോർ മാരേജ്. അതാ എന്തുകൊണ്ട്? എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നില്ല. ഇപ്പൊ എന്റെ മനസ്സിൽ എന്റെ ഡ്രീം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ പറയുന്നു. നാളെ പേരക്കുട്ടികളുടെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രസവിക്കാൻ പറയുവര്. ഐ എം നോട്ട് റെഡി ഫോർ ഇറ്റ്. അങ്ങനെ ഒരു കുട്ടി ജനിച്ച് കഷ്ടപ്പെടുന്നതിന് പകരം ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല. നമ്മൾ റെഡി അല്ലാന്ന് അറിഞ്ഞിട്ടും എന്തിനാ ചെയ്യുന്നേ? പ്ലസ് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ വന്നാ അവരെ വളർത്തുന്നതിനിടെ തന്നെ നമ്മുടെ ലൈഫ് പോവും. അപ്പൊ എന്റെ ഡ്രീം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണ്ടേ? എന്താ സിന്ധു, നീ ഇത്ര സെൽഫിഷ് ആണോ? എന്റെ ലൈഫിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്നോടും നിനക്ക് വേണ്ടി ജീവിക്കാനാ പറയുന്നേ. നിന്റെ അമ്മ പറയും പോലെ നിന്റെ ജീവിതം കളയാതെ. എന്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് കൺസേൺ ആവുന്നത് പോലെ കാണിക്കണ്ട. എന്നിട്ട് സംസാരിക്കാൻ വന്നിരിക്കുക. യു ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ് ശ്രീ. ഞാൻ നിന്നോട് വഴക്കൂടിയതല്ല. ലെറ്റ്സ് ഫൈൻഡ് സം സൊല്യൂഷൻ. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് തന്നെയല്ലേ നിന്റെ കൂടെ വന്നേ. നിനക്ക് നിന്റെ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? നിന്റെ അച്ഛനെ പോലെ എനിക്ക് വേണ്ടി വീട്ടിൽ മനസ്സിലാക്കാൻ ആരുമില്ല സിന്ധു.
ഹലോ ആൻറ്റി, ഞാൻ സതീഷാണ് വിളിക്കുന്നത്. ശ്രീ ഇല്ലേ ആൻറ്റി? ഇല്ല, ഇന്ന് ഓഫീസിൽ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ ആൻറ്റി, ഓക്കെ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഇന്നലെ മുഴുവൻ മഴ നനഞ്ഞത്ര, സുഖമില്ലെന്നാ പറഞ്ഞേ. ചേട്ടാ, ആ നിങ്ങളുടെ മോനെ ആവി പിടിക്കണമെന്നാ പറഞ്ഞേ. ചൂടുവെള്ളം വെക്ക്. നീ എങ്ങനെ ഇവിടെ? എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേ? ആദ്യം കുറച്ച് നീ കിടക്ക്, പനിയാ. കുഴപ്പമില്ല, എനിക്കും വരട്ടെ. എങ്ങനെ വന്നേ? അമ്മ എവിടെ? സിന്ധു, ഒന്ന് പോ. സോറി, ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനെന്റെ അച്ഛനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കഥവ് തുറക്കടാ. അയ്യോ, ശ്രീ, ഇത് നമ്മുടെ ട്രൂപ്പിന്റെ ഫസ്റ്റ് ഷോ ആണ്. നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും വരണം. നോ എക്സ്ക്യൂസസ്. ഉറപ്പായിട്ടും മാസ്റ്റർ. ചേൽസ്, ഹാപ്പി അല്ലേ? ഷോർ പോപ്സ്. ഇപ്പൊ ട്രാഫിക്കിലാ, തിരിച്ചെത്തിട്ട് വിളിക്കാം. ബൈ 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 മാസ്റ്റർ. ബൈ ബൈ. 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 ഇവരുടെ അച്ഛനമ്മയും പറഞ്ഞാൽ മതി, അഴിച്ചു വിട്ടിരിക്കുന്ന കണ്ടില്ലേ? അവരുടെ ലൈഫ് അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? ലൈഫ് മാറ്റുന്നത് നമ്മുടെ കയ്യിലാ. കുട്ടികൾ എന്ത് തെറ്റാ ചെയ്തേ? നീ പറയുന്ന കേട്ട ഇവരൊന്നും കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പാടില്ലെന്ന് തോന്നുമല്ലോ. ഇവരെന്നല്ല, ആരായാലും കുട്ടികളുടെ ലൈഫിനെ കുറിച്ച് ഓർക്കാതെ പ്രസവിക്കാൻ പോകുന്നത് ശരിയല്ല. മനസ്സിലായി. പക്ഷെ നമ്മുടെ കുട്ടികൾ ഇതുപോലെ റോഡിൽ അലിയില്ല. നമ്മളിവിടെ കാറിൽ വരും സിന്ധു. കാർ എന്റെ അച്ഛൻ്റെയാണ് ശ്രീ. കാറ് വാങ്ങിയിട്ട് സംസാരിക്കാം. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? കല്യാണമാണോ കുഞ്ഞുങ്ങളാണോ? ഇത് നടന്നാ അതും നടക്കും. ശരി, ഞാൻ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് സമ്മതിച്ചാ? നീ സമ്മതിക്കും, നിന്റെ അമ്മ സമ്മതിക്കോ? എനിക്കൊക്കെ സെറ്റാവും തോന്നുന്നില്ല ഏട്ടാ. എന്തു പറ്റി? അവള് വേറെന്തൊക്കെയോ ചിന്തിക്കുക. പറയുന്നതിൽ കാര്യമുണ്ട്, പക്ഷേ എന്നെ കൊണ്ടത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ രണ്ടുപേരും ആലോചിക്കുന്ന കാര്യം തന്നെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്. എങ്ങനെ ചേട്ടാ സെറ്റാവുന്നേ? അതിന് മാത്രം എന്താണ് നിങ്ങളെ മേലുള്ള പ്രശ്നം? പ്രശ്നമൊന്നുമില്ല ഏട്ടാ. അവൾ കല്യാണം വേണ്ടെന്ന് പറയുന്നു, ഞാനാണെങ്കിൽ വേണമെന്ന് പറയുന്നു. ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ തന്നെ ഞാനവളെ ഇഗ്നോർ ചെയ്താലും അവൾ ഇങ്ങോട്ടൊന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏട്ടാ. അവളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഏട്ടാ. പക്ഷേ ഫൈനലായിട്ട് ഇതെല്ലാം വർക്കൗട്ട് ആവുമെന്ന് മനസ്സിലാവുന്നില്ല. നോക്കേ, ഒരു ദിവസം സിന്ധുവിനെ കുട്ടി എൻ്റെ വീട്ടിലേക്ക് വാ, ഞാൻ സംസാരിക്കാം. അതിനിടയിൽ എന്തിനാ എങ്ങനെ ചിന്തിക്കുന്നേ? നല്ലതേ സംഭവിക്കൂ, നീ അവളെ കൂട്ടിയിട്ട് വാ.